നല്ല പച്ച മസാലയിൽ അയക്കുറ പൊരിച്ചത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. മിക്സീൻ്റെ ജാറിലോട്ട് ആദ്യം തന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും. അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിന്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, പിന്നെ കാന്താരി മുളക്. അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ എന്ന് ഓർത്തത് രണ്ട് സാധനം ചേർക്കാൻ വിട്ടുപോയിന്, ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും. അപ്പം ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് ചേർത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരവ് നമുക്ക് ഈ ലെവലിൽ കിട്ടും. അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ അരവൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അരവൊക്കെ സെറ്റായി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മീനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളേ. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് അരവെല്ലാം തേച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനൊക്കെ എടുത്തിട്ട് ആ പാനിലോട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാനിൽ ഒരു ട്രിപ്പിൽ 3 മീനേ പൊരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് 3 മീൻ പൊരിച്ചതിന് ശേഷം ബാക്കിയുള്ള മീനും കൂടി പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.